Okay, Google, turn on the lights. Okay guys, ഇതാ നിങ്ങൾ ഓണായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതുമാത്രമല്ല ഗൈസ്, നമ്മുടെ ടി വിയിലുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്തിട്ട് ലൈറ്റ് സെറ്റപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണും ഓഫ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ടേൺ ഓൺ ലൈറ്റ്സ്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ കമൻറ്റ് കൊടുത്തത് അതേപോലെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ടേൺ ഓഫ് ലൈറ്റ്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു കമൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, Okay Google, turn on the studio light. So what's up guys, welcome back to Supertech channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് സ്റ്റുഡിയോ ലൈറ്റ്സ് കൺട്രോൾ ചെയ്തത്. അത് മാത്രമല്ല പുറകിലുള്ള ഡെക്കറേഷൻ ലൈറ്റ്സ് എങ്ങനെയാണ് ഞാൻ കൺട്രോൾ ചെയ്തതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം കുറച്ച് ട്രാഫിക് ഇന്ന് അധികമാണെന്ന് തോന്നുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ട്രാഫിക് അധികം ആകാറുള്ളൂ. അതേപോലെ കിച്ചണിലുള്ള സൗണ്ട്, ഓ അമ്മ. ഗൈസ്, ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ എൻ്റെ വീട്ടിലത്തെ ഡെക്കറേഷൻ ലൈറ്റ്സ് എങ്ങനെയാണോ കൺട്രോൾ ചെയ്തത് അതേപോലെ നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഗൂഗിൾ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഫോണിലുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അലക്സയോ അങ്ങനെ. നത്തിങ്. Oh, nothing bro. Stop it. Okay. Let me know if you need anything. ഒന്നും വേണ്ടേ. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കേട്ടുപോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്നേ, അപ്പോൾ ജസ്റ്റ് എങ്ങനെ ഗൂഗിൾ അസിസ്റ്റൻറ്റും ഓക്കെ, അപ്പോൾ ഗൂഗിൾ ഹോമും പിന്നെ അലക്സയൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തുള്ള അടിപൊളിയായിട്ടുള്ള ടെക് ടിപ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ അധികം ഞാൻ താമസിപ്പിക്കുന്നില്ല, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്ന സമയമായിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെയും എൻ്റെ ചാനലിൻ്റെ വക എല്ലാവർക്കും അഡ്വാൻസ് മേരി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോകാനുള്ള അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ തന്നെ ചെയ്തേക്കാം. ഓക്കെ, ക്രിസ്മസ് ബേസ്ഡ് ആയിട്ട് വീഡിയോ ചെയ്തേക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2-3 ഡെക്കറേറ്റിംഗ് ടിപ്സും അതുമാത്രമല്ല എങ്ങനെയാണ് ഈ ഒരു വോയിസ് അസിസ്റ്റൻറ്റും ഗൂഗിൾ അസിസ്റ്റൻറ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഡെക്കറേറ്റിംഗ് ടിപ്പാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ താഴെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഒരു പഴയ ഒരു LED സ്റ്റാർ ഞാനൊരു RGB LED സ്റ്റാർ ആക്കി. അത് ഈ ഒരു കൺട്രോളർ യൂസ് ചെയ്തിട്ടാണ്. അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നും അതിനുള്ളൊരു വീഡിയോ ഞാൻ മേലെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നുള്ള 2 സിഗ്നൽ ഔട്ട് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാനൊരു വാമും വൈറ്റും ആയിട്ടുള്ള LED സ്ട്രിപ്പ് സിഗ്സാഗ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കാണാൻ നല്ല രസമാണ്, ഒരു എസ്തെറ്റിക് ലുക്ക് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേ കണക്ഷൻ തന്നെ ഞാൻ മേലെയും താഴെയായിട്ടും ഞാനൊരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബ്ലൂവും വൈറ്റും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് കിട്ടാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അകത്തേക്ക് LED സ്ട്രിപ്പ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ രാത്രി കാണാൻ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു റിമോട്ട് വെച്ചാണ്. ആ കൺട്രോളറുടെ റിമോട്ടാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ റിമോട്ടും കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അല്ലേ ചൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഫ്ലാഷിങ്, സ്റ്റോപ്പ്, ഫെയ്ഡ്, സ്മൂത്ത് അങ്ങനെയുള്ള കുറേ ആനിമേഷൻസ് ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് ഗൈസ് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ചേസറാണ്. നിങ്ങൾക്ക് എന്താണ് ചേസർ എന്ന് പറഞ്ഞാൽ എന്താ അടിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാഷ് ചെയ്ത് കളിക്കുന്നത് നിങ്ങൾക്ക് കാണുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു യൂണിറ്റ്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ ഗൈസ്, ഈ ഒരു ചെറിയ ഡിവൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ മേലെ സ്പീഡ് കൺട്രോളൊക്കെ ഉണ്ട്. ഇതിൽ 4 ചാനലാണ് വരുന്നത്. 4 സ്റ്റാറിലും ഇതേപോലെ ലൈറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ഒരു 2 അടിപൊളിയായിട്ടുള്ള ട്രിക്സുകൾ. നിങ്ങളുടെ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അടിപൊളി 2 ഡിവൈസസ് ആണ്. അപ്പോൾ നിങ്ങളത് എന്തായാലും മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിൽ കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഓട്ടോമേഷനൊക്കെ ഞാൻ അച്ചീവ് ചെയ്തെടുത്തത് ഈ ഒരു ഡിവൈസ് വെച്ചാണ്. ഇതൊരു സ്മാർട്ട് പ്ലഗ് ആണ്, ഹീലിയൻ്റെ ഒരു സ്മാർട്ട് പ്ലഗ് ആണ്. ഗൂഗിൾ
ഗൂഗിൾ അസിസ്റ്റൻറ്റും അലക്സയും ഒക്കെ സപ്പോർട്ടുള്ള ഒരു സ്മാർട്ട് പ്ലഗ് ആണ്. അത് മാത്രമല്ല ഹീലിയ ആപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഓണും ഓഫും സ്കെഡ്യൂളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു സ്മാർട്ട് പ്ലഗ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹോൾ ഡെക്കറേഷൻ ലൈറ്റ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത്, സ്കെഡ്യൂൾ ചെയ്ത് കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്യുന്നതും. അതുമാത്രമല്ല വോയിസ് അസിസ്റ്റൻറ്റ് യൂസ് ചെയ്തിട്ട് ഓണും ഓഫും ആക്കുന്നത് ഈ ഒരു ഡിവൈസ് വെച്ചിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഗൂഗിൾ ഹോം മിനിയും പിന്നെ നമ്മുടെ ഹീലിയ പ്ലഗും ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. സെയിം വൈഫൈയിലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, ടേൺ ഓഫ് ദ സ്റ്റുഡിയോ ലൈറ്റ്. ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺ ദ സ്റ്റുഡിയോ ലൈറ്റ്. സോ ഗൈസ്, നമ്മൾ എങ്ങനെയാണോ കമാൻഡ് കൊടുത്തത് അതേപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഞാൻ ഈ ട്യൂബ് ലൈറ്റ് കൊടുത്തത് അതേപോലെ തന്നെ നിങ്ങളുടെ ഡെക്കറേഷൻ ലൈറ്റ്സിൻ്റെ എല്ലാ പോയിന്റ്സും കൊടുത്തിട്ട് ഈ ഒരു പ്ലഗിൽ നിങ്ങൾ കണക്ട് ചെയ്താൽ മാത്രം മതി. ബാക്കിയൊക്കെ ഈ ഗൂഗിൾ അസിസ്റ്റൻറ്റ് വെച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാം. രാത്രി ആവാൻ കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ രാത്രിയായിട്ട് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബി റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വരെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലത്തുള്ള ക്വാളിറ്റി കണ്ടൻസ്. ഓക്കെ, ഈ ഒരു വീഡിയോ 4K 60 FPS ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3 to 4 GB ഫയൽ കാണും. ഓക്കെ, അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. സോ വീഡിയോ. ഓക്കെ ഗൈസ്, ഇതപ്പോൾ നമ്മുടെ പവർ ബാങ്കിൽ നമ്മുടെ ഗൂഗിൾ ഹോം മിനി കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പുറത്ത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളിപ്പോൾ പുറത്താണ്, ഒരു ബെസ്റ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമുക്ക് മൊമെൻ്റ് ഓഫ് ദ ട്രൂത്ത്. ഓക്കെ, ഇത്രയും കഷ്ടപ്പെട്ട് ഈ ചെയ്ത സെറ്റപ്പ് വർക്കാവില്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫോക്കസ്. ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺ ദ ലൈറ്റ്സ്. ഓക്കെ ഗൈസ്, ഇതാ നിങ്ങൾ ഓണായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഓ ഗൈസ്, അപ്പോൾ ഞാൻ പ്രതീക്ഷനെക്കാട്ടി എത്രയോ നന്നായിട്ട് ഈ ഒരു സംഭവം സെറ്റപ്പ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു സ്മാർട്ട് ഡെക്കറേഷൻ ലൈറ്റുമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വി റോളിലേക്ക് കിടക്കാം. അതുമാത്രമല്ല ഗൈസ്, നമ്മുടെ ടി വിയിലുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്തിട്ട് ലൈറ്റ് സെറ്റപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണും ഓഫ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ടേൺ ഓൺ ലൈറ്റ്സ്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ കമൻറ്റ് കൊടുത്തത് അതേപോലെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ടേൺ ഓഫ് ലൈറ്റ്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു കമൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിക്സുകളും കാര്യങ്ങളൊക്കെ. ഈ ഒരു സ്മാർട്ട് പ്ലഗ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ ലിമിറ്റ് ഫോർ ദിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാം. അതുമാത്രമല്ല നമ്മുടെ വാക്യൂം റോബോട്ട് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് 1K വ്യൂസ് ഇട്ടുണ്ട്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു വീഡിയോ നല്ല റീച്ച് കിട്ടിയിട്ടിരിക്കുന്നത്. അതേപോലെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മാജിക് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. അതുവരേക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം. പീസ് ഔട്ട്.